ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു വമ്പൻ വിജയമാണ് നേടാൻ സാധിച്ചിട്ടുണ്ടായത്. അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. രാത്രി ഏറെ വൈകിയും വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഉത്തരാഖണ്ഡ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അന്തിമ റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്ന തരത്തിലോട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഇന്നലെ ഏകദേശം സീറ്റുകളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ബി.ജെ.പിയുടെ ഭരണം പല പഞ്ചായത്തുകളിലും ഉണ്ടാകുമെന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നും കൂടി ആയപ്പോഴത്തേക്കും ഏകദേശം അന്തിമ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് ഉത്തരാഖണ്ഡിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയും സഖ്യകക്ഷികളും ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ 200-ലധികം സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അന്തിമ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും സംസ്ഥാന തദ്ദേശ ഭരണത്തിൽ കോൺഗ്രസിനേക്കാൾ മുന്നിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. വിശദമായി പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള പ്രമുഖ രാഷ്ട്രീയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയും അവരുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണെങ്കിൽ 358 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ 125 എണ്ണത്തിലും ബി.ജെ.പി. പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ബി.ജെ.പിയുമായി സഖ്യത്തിലോ പിന്തുണ പ്രകടിപ്പിച്ചതോ ആയ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 75+ സ്വതന്ത്രരും വിജയം നേടിയിരിക്കുകയാണ്. 200-ലധികം സീറ്റുകൾ ബി.ജെ.പി. മറികടന്നിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതേസമയം കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്കും അന്തിമഘട്ടമായപ്പോഴത്തേക്കും കോൺഗ്രസ് പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ 83 സീറ്റുകൾ നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 150-ൽ താഴെ സീറ്റുകളാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും എല്ലാം കൂടി ചേർന്ന് നേടിയ സീറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ വിജയിച്ചു കഴിഞ്ഞ സ്വതന്ത്രരിൽ പലരും ബി.ജെ.പിയോട് അനുഭാവം പുലർത്തുന്നവരോ റിസൾട്ടിന് ശേഷം പാർട്ടിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചവരോ ആയി കണക്കാക്കപ്പെടുകയാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബി.ജെ.പിയുടെ സ്വാധീനം ശക്തിപ്പെടുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഇത് അടിസ്ഥാന തലത്തിലുള്ള ജനാധിപത്യ പങ്കാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ ശക്തമായ പ്രകടനത്തിന് ഒരു പരിധിവരെ സംഘടനാ ശക്തിയും പ്രാദേശിക സഖ്യങ്ങളും സമീപ വർഷങ്ങളിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾക്കുള്ള പിന്തുണയും കാരണമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയുടെ കീഴിലുള്ള സംസ്ഥാന സർക്കാർ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വനിതാ ക്ഷേമം, ടൂറിസം വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് മലയോര ജില്ലകളിൽ ആകെ സീറ്റുകളുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് പാർട്ടി ചില ജില്ലകളിൽ തങ്ങളുടെ പ്രധാന സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഗ്രാമീണ മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ സ്വാധീനവുമായി പൊരുത്തപ്പെടാൻ പാടുപെട്ടിരിക്കുന്നു കോൺഗ്രസ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ചിഹ്നങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മത്സരിക്കുന്നത് എങ്കിലും സ്ഥാനാർത്ഥികളുടെ പിന്തുണയും വോട്ടർമാരുടെ ധാരണയും റിസൾട്ടിനെയും രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ജില്ലാ തലങ്ങളിൽ പൊതുജന വികാരത്തിന്റെ നിർണായക അളവുകോലായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ കാണുന്നു. കൂടാതെ പലപ്പോഴും തദ്ദേശ ഭരണത്തിന്റെ ഫലപ്രാപ്തിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. ബി.ജെ.പിയും സഖ്യകക്ഷികളും 200 സീറ്റുകൾ മറികടക്കുന്നതിനാൽ വരും വർഷങ്ങളിൽ പ്രധാന ഗ്രാമീണ ഭരണ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ പാർട്ടിക്ക് ഇതിലൂടെ കഴിയുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബി.ജെ.പിക്ക് 200-ലധികം സീറ്റുകൾ കിട്ടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ബി.ജെ.പി പ്ലസ് സഖ്യകക്ഷികൾ എല്ലാം കൂടി 200-ലധികം. ഇനി കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്കും കോൺഗ്രസും സഖ്യകക്ഷികളും എല്ലാം കൂടി ചേർന്ന് 150-ൽ താഴെ സീറ്റുകളായിരുന്നു നേടിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് വ്യക്തമാണ്. ചിലയിടത്ത് സ്വാധീനം ചെലുത്താൻ സാധിച്ചെങ്കിൽ പോലും മൊത്തമായി നോക്കുകയാണെങ്കിൽ മിക്കയിടങ്ങളിലും ബി.ജെ.പിക്ക് സ്വാധീനം ചെലുത്താനും ഭരണത്തിലെത്താനും സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്.